ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് ബാഹുബലി 1 and 2 പാർട്ട് 1 ആൻഡ് പാർട്ട് 2ൻ്റെ ബ്ലൂറേ റിവ്യൂ ആണ്. ഈ മൂവിയുടെ ഡയറക്ടറിൻ്റെ പേരോ ആക്ടേഴ്സിൻ്റെ പേരോ ഒന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇതെല്ലാം വേൾഡ് വൈഡ് ആയിട്ട് നോൺ ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഈ വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബ്ലൂറേ റിലീസസിനെ പറ്റി മാത്രം സംസാരിക്കാം. പാർട്ട് 1 ഇറങ്ങിയത് 2015 അതായത് 10 years ബാക്ക്. പിന്നെ പാർട്ട് 2 ഇറങ്ങിയത് 2017 ഈ മൂവി റിലീസ് ആയിരിക്കുന്നത് ആക്ച്വലി തമിഴ് ഓഡിയോയിലും തെലുങ്ക് ഓഡിയോ സെയിം ടൈം തന്നെ തമിഴിലും തെലുങ്കിലും ഷൂട്ട് ചെയ്തിട്ടാണ് ഈ മൂവി റിലീസ് ആയിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലും, ജർമ്മൻ ലാംഗ്വേജിലും ജപ്പാനീസ് ലാംഗ്വേജിലും എല്ലാ ഡബ്സ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബ്ലൂ റിലീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ, അതായത് തമിഴ് ലാംഗ്വേജിൽ റിലീസ് ഒന്നും തന്നെ ഇല്ല. തെലുഗു ലാംഗ്വേജിൽ 2 റിലീസാണുള്ളത്. ഒന്ന് ജർമ്മനിയിലും ഒന്ന് ജപ്പാനിലുമാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇഷ്യൂസ് പറഞ്ഞുതരാം. അതായത് ജർമ്മൻ എഡിഷൻ റീജിയൻ ബി ലോക്ക്ഡും, അതിൻ്റെ കൂടെ ജർമ്മൻ സബ് ടൈറ്റിൽസ് ആണ് വരുന്നത്. ഒറിജിനൽ ലാംഗ്വേജ് ആയ തെലുഗുവിന് DTSന്റെ മാസ്റ്റർ ഓഡിയോ 5.1 ആണ് ഉള്ളത്. അതേസമയത്ത് ജപ്പാൻ എഡിഷൻ വരുമ്പോഴേക്കും റീജിയൻ എ ലോക്ക്ഡ് ആണത്. ജപ്പാനീസ് ലാംഗ്വേജിൽ DTS മാസ്റ്റർ ഓഡിയോ 5.1ഉം അതിൻ്റെ കൂടെ തെലുഗു ഓഡിയോ മാസ്റ്റർ ഓഡിയോ 5.1 ഉണ്ട് DTSന്റെ. പക്ഷേ അതിൽ ജപ്പാനീസ് ലാംഗ്വേജിൽ മാത്രമേ സബ് ടൈറ്റിൽസ് ഉള്ളൂ. ജപ്പാൻ എഡിഷനിലും ജർമ്മൻ എഡിഷനിലും രണ്ടിലും തന്നെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഇല്ല. അപ്പം നിങ്ങൾക്ക് ഒറിജിനൽ ലാംഗ്വേജ് ആയ തെലുഗു അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വെർഷൻസ് വാങ്ങിയതുകൊണ്ട് യൂസ് വരില്ല. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മലയാളം റിലീസ് മാത്രമാണ്. ഇതിൽ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 7.1ൻ്റെ ട്രാക്കാണ്. 7.1 ട്രാക്കുള്ള വേറെ ഒരു റിലീസും തന്നെ വന്നിട്ടില്ല. ഡോൾബി ട്രൂ HD 7.1 ഓഡിയോ വരുന്നത്. ഞാൻ 10 വർഷം മുന്നേ ഈ മൂവി തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാൻ തമിഴിലാണ് കണ്ടത്. ഈ 2 എഡിഷനിലും ആകെ ഒരു കല്ലുകടിയായിട്ട് തോന്നിയത് പ്രഭാസിൻ്റെ ഓഡിയോ ആണ്. അതായത് ഒരു പഞ്ചില്ലാത്ത പോലെ. അതായത് ഈ റിലീസിൻ്റെ കുഴപ്പമല്ല, അത് ഡബ്ബിങ്ങിൻ്റെ വ്യത്യാസമാണ്. ഇത് തമിഴ് ഓഡിയോ കണ്ട് ശീലിച്ച ഒരാൾക്ക് ചിലപ്പോൾ ഈ ഡബ്ബ് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷേ ഇതിലെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഓഡിയോ ആണ്. അതായത് സറൗണ്ട് ആക്ടിവിറ്റിയും നിങ്ങൾക്ക് ആ പഞ്ചും ഈ BGMs സോങ്സ് എല്ലാം വരുമ്പോൾ ഉള്ള ആ ഒരു എന്ന് പറയുന്നത് ഹെവിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട കുറച്ച് മലയാളം മൂവീസിൻ്റെ ബ്ലൂറേസിൽ ഇത് എന്തായാലും ഇൻക്ലൂഡ് ആയിരിക്കും. കാരണം അത്രയും വർത്തായിട്ടുള്ള ഡിസ്ക് തന്നെയാണിത്. ഞാൻ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടാണ് ഈ മലയാളം കണ്ടു നോക്കിയത് തന്നെ. മെനു കേട്ടപ്പോൾ തന്നെ, അതായത് മെനുവിലെ ആ വോയിസ് കേട്ടപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റാണ് ആക്ച്വലി. പ്ലേ മൂവി ആ ഒരു മെനു ട്രാക്ക് ഉണ്ടല്ലോ, അത് വരുന്ന സമയത്തുള്ള ഓഡിയോയിൽ ഓരോ സ്പീക്കേഴ്സിലും ഡിഫറെൻറ്റ് എക്സ്ട്രാ ടോൺസ്, അതായത് ഒരു ലെഫ്റ്റ് സൈഡിലെ സറൗണ്ടിൽ ഒരു ആനയുടെ സൗണ്ട് കേൾക്കും. ആ സൗണ്ട് ആക്ച്വലി ആ സ്പീക്കേഴ്സ് മാത്രമേ കേൾക്കൂ. അത്രയും ഡീറ്റെയിലിംഗ് അവിടെ ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ ഓരോ ട്രാക്സ്, ഇപ്പം ഒരു ചേസ് സീക്വൻസ്, തമൻ ചേസ് ചെയ്യുന്ന ഒരു സീക്വൻസിൽ ആരോസ് വരും. അതെല്ലാം പ്രോപ്പർ ഡീറ്റെയിലിങ്ങോടെ തന്നെയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഒരു രീതിയിലും ഇത് ഡബ് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നത്തില്ല. എനിക്ക് ആകെ പറഞ്ഞത്, ഞാൻ പ്രഭാസിൻ്റെ വോയിസ് അത് പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾ ആദ്യമേ മലയാളം ഓഡിയോ ആണ് കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആകത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട മൂവീസിൻ്റെ ലിസ്റ്റിൽ എന്തായാലും കാണണം. പിന്നെ നിങ്ങൾക്ക് ഡബ് ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് ഓഡിയോയുടെ ക്വാളിറ്റി ആണ് ഒരു ഫാക്ടർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹിന്ദി ഡബും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൽ ഒരു സ്പെഷ്യാലിറ്റി വരുന്നത് വെച്ചാൽ ഹിന്ദി ഓഡിയോ ആണെങ്കിലും ട്രാക്ക് അറ്റ്മോസ് ആണ്. ഹിന്ദി ഡോൾബി അറ്റ്മോസ് ട്രാക്കിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസിൽ ഈ മൂവി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹിന്ദി മാത്രമാണ് ചോയ്സ്. ഇതുപോലൊരു മിക്സഡ് ആയിട്ടുള്ള ഒപ്പീനിയനാണ് ഇതിന് വരുന്നത്. കാരണം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓഡിയോയിൽ ഉദ്ദേശിക്കുന്ന ട്രാക്ക് കിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഈ 7.1 ട്രാക്ക് തന്നെയാണ് ബെസ്റ്റ് ചോയ്സ്. കാരണം നമുക്ക് കുറെ കൂടെ കണക്ട് ആവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.